നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിദ്യയുടെ ക്ഷേത്രമാണ് ബുധക്ഷേത്രം. മിഥുനക്കൂറിലെ മകയിരം രണ്ടാം പകുതി, തിരുവാതിര പുണർദം മുക്കാൽ, കന്നിക്കൂറിലെ ഉത്രം മുക്കാൽ, അത്തം ചിത്തിര ഒന്നാം പകുതി എന്നീ നക്ഷത്രങ്ങളിൽ വരുന്ന ബുധക്ഷേത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മിഥുനം, കന്നി എന്നീ രാശികൾ ലഗ്നമായി ജനിക്കുന്നവർക്കും ഈ ഫലം യോജിക്കുന്നതാണ്. ബുധക്ഷേത്രത്തിൽ ജനിച്ചവർ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ്. നിസാര കാര്യം മതി ഫീലാകും. തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്താൽ മൂഡൗട്ടാവും. പിന്നെ കുറേ നേരം അതാകും ഇവരുടെ ചിന്ത. അതങ്ങ് പോട്ടെ എന്ന് എത്ര തവണ മനസ്സുകൊണ്ട് വിചാരിച്ചാലും അതിന് കഴിയാതെ വരും. താൻ പറയുന്നതൊക്കെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എല്ലാവരും അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ അതിൽ കവിഞ്ഞൊരു സ്വർഗം ഇവർക്ക് കിട്ടാനില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറില്ല. എന്തു നഷ്ടമുണ്ടായാലും ആ തീരുമാനം നടത്തിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അഭിപ്രായങ്ങളിലും നിലപാടുകളിലുമൊക്കെ ഉറച്ചു നിൽക്കുന്നവരാണ്. ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വേണം, അപ്പം തന്നെ അതങ്ങ് നടത്തണം. അങ്ങനെ ചില ദുർവാശികൾ ഉള്ളവരാണ്. മറ്റുള്ളവർക്ക് വിചിത്രമായി തോന്നുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി ഇവർ വാശി പിടിച്ചു എന്നിരിക്കും. എല്ലാവരും തന്നെ അംഗീകരിക്കണം, അനുസരിക്കണം എന്നൊക്കെ മോഹിക്കുന്നവരാണ്. ഏത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. മനസ്സിൽ എപ്പോഴും കുറേയേറെ പദ്ധതികൾ ആയിരിക്കും. ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കാനും അറിയാനുമൊക്കെ താല്പര്യം ഉള്ളവരാണ്. ഒരറിവും ചെറുതല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ബുധക്ഷേത്രത്തിൽ ജനിച്ചവർ പ്രായോഗികമായിട്ടുള്ള വിവേകവും ബുദ്ധിയും ഒക്കെ ഉള്ളവരാണ്. എവിടെയും സ്വന്തം തടി രക്ഷിക്കാനുള്ള മിടുക്ക് ഇവർക്ക് ഉണ്ടായിരിക്കും. തന്ത്രശാലികളാണ്. കഠിനമായി പരിശ്രമിക്കുന്നതിനേക്കാളും ഒരു കാര്യം എളുപ്പത്തിൽ എങ്ങനെ സ്വന്തമാക്കാം എന്ന് ചിന്തിക്കും. ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്കാണ് ഇവർക്ക് ഇഷ്ടം. ജീവിതത്തിൽ ഷോർട്ട് കട്ടുകൾ എടുക്കുന്നവരാണ്. മാർഗത്തേക്കാൾ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കാറ്. തൻ്റെ കാര്യം കാണാനായി ഏത് വഴിയും ചിലപ്പോൾ സ്വീകരിച്ചു എന്നിരിക്കും. അതിൽ ശരിതെറ്റുകൾ നോക്കി എന്ന് വരില്ല. മറ്റുള്ളവരോട് സ്നേഹത്തിൽ സംസാരിക്കാനും ഇടപെടാനുമൊക്കെ നല്ല കഴിവുള്ളവരാണ്. ബുധക്ഷേത്രത്തിൽ ജനിച്ച ഭൂരിഭാഗം ആൾക്കാരും നല്ല സോഷ്യലായിട്ട് ഇടപെടുന്നതായിട്ടാണ് കാണാറ്. അന്തർമുഖികൾ ഈ നാളുകളിൽ കുറവാണ് എന്ന് പറയേണ്ടി വരും. എല്ലാവർക്കും ഇവരോട് പെട്ടെന്ന് സ്നേഹം തോന്നും. മറ്റുള്ളവരെ ആകർഷിക്കാനും വശീകരിക്കാനും പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളും പരിചയക്കാരുമൊക്കെ ഈ നാളുകാർക്ക് ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരോട് സംസാരിച്ചിരിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ്. സംസാരിക്കാൻ ആരെയും കിട്ടിയില്ല എങ്കിൽ ഒരു വീർപ്പുമുട്ടൽ തന്നെ ആയിരിക്കും. എപ്പോഴും തൻ്റെ കംഫർട്ട് സോണിൽ നിൽക്കാൻ താല്പര്യം ഉള്ളവരാണ്. വ്യത്യസ്തതകൾ പരീക്ഷിക്കാൻ ഒരു മടിയായിരിക്കും, അല്ലെങ്കിൽ ഭയമായിരിക്കും. ഇവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ പലതും ദീർഘകാലം നിലനിൽക്കില്ല. പല കാരണങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ടവർ അകന്നുപോകും. അതായത് ഓരോ കാലത്തും ഓരോ വ്യക്തികളായിരിക്കും തനിക്ക് പ്രിയപ്പെട്ടവരായി മാറുക. സ്നേഹിക്കുന്നവരോട് കഴിവതും ആത്മാർത്ഥത പുലർത്തും. എത്ര വലിയ സുഹൃത്തായാലും ബന്ധുവായാലും ഇനി ആരായാലും ശരി, തൻ്റെ നിലവിട്ട് ഒരു സഹായവും ആർക്കും ചെയ്തു കൊടുക്കില്ല. അതുപോലെ എത്ര സ്നേഹമുള്ളവരായാലും ശരി, ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിനെയും പെട്ടെന്ന് ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാറില്ല. തനിക്ക് ഏറ്റവും ഇഷ്ടവും കമ്മിറ്റ്മെൻറ്റും തന്നോട് തന്നെ ആയിരിക്കും. തൻ്റെ ഇഷ്ടങ്ങൾ എങ്ങനെയെങ്കിലും നടത്തിയെടുക്കുക, അത് കഴിഞ്ഞേ മറ്റെന്തും ഉണ്ടായിരിക്കുകയുള്ളൂ. ഒന്നോ രണ്ടോ ആളുകളോട് മാത്രമാണ് ഇവർക്കൊരു ഹൃദയബന്ധം ഉണ്ടാകാറുള്ളത്. അവരെ സന്തോഷിപ്പിക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുകയും ചെയ്യും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണ് കാണാത്ത സ്വഭാവമാണ്. വായിൽ തോന്നിയതൊക്കെ പറയാം. കണ്ണിൽ കണ്ടതൊക്കെ ചിലപ്പോൾ എറിഞ്ഞു പൊട്ടിച്ചെന്നും വരാം. തന്നെ ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ പിന്നെ
അങ്ങ് കത്തിക്കയറുന്ന രീതിയാണ്. ഈ ദൗർബല്യം പലപ്പോഴും വിനയായി മാറിയേക്കാം. അത് മറ്റുള്ളവർ മുതലെടുത്തു എന്നും വരും. പ്രതികരണശേഷി ഇത്തിരി കൂടുതലാണ്. മനസ്സിന് ഇഷ്ടമില്ലാത്തത് കണ്ടാലും കേട്ടാലും പ്രതികരിക്കാതെ ഇരിക്കാൻ ആകില്ല. അത് ഇഷ്ടപ്പെട്ട ആൾക്കാരോടായാലും അങ്ങനെ തന്നെയാണ്. ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. തനിക്ക് ചോദിക്കാനുള്ള കാര്യം ആരോടായാലും ചോദിക്കും. അതിൽ സമയവും സന്ദർഭവും ഒന്നും നോക്കാൻ സാധിച്ചു എന്ന് വരില്ല. താൻ പറയാനുള്ള കാര്യങ്ങൾ ആരോടായാലും പറയും. സ്നേഹത്തിൽ പറയാനും അറിയാം, വേണ്ടി വന്നാൽ ശക്തമായ ഭാഷയിൽ പറയാനും അറിയാം. വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും. തൻ്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടാൻ ആരെയും അനുവദിക്കില്ല. ആരും തന്നെ ഭരിക്കുന്നത് ഇഷ്ടമല്ല തന്നെ. പക്ഷേ മറ്റുള്ളവരെ ഭരിക്കാൻ തനിക്ക് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും. ഇവരുടെ ഭരണ സാമർഥ്യം ഒന്ന് വേറെ തന്നെയാണ്. താൻ സ്നേഹിക്കുന്നവരെ അനുസരിപ്പിക്കുക, അവരെ താൻ വിചാരിച്ച വഴിയിലൂടെ മാത്രം കൊണ്ടുപോവുക, തൻ്റെ ആവശ്യങ്ങൾ അവരിലൂടെ നടത്തിയെടുക്കുക, അവരുടെ ഏത് കാര്യത്തിലും അനാവശ്യത്തിനും ആവശ്യത്തിനുമൊക്കെ ഇടപെടുക എന്നീ പ്രവണതകൾ പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്നേഹം പലപ്പോഴും മറ്റുള്ളവർക്ക് ചിലപ്പോൾ ബാധ്യതയായി മാറിയേക്കാം. ഒരു പദവിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും മേച്ചുകൊണ്ടു പോകാൻ, ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനൊക്കെ കഴിയുന്നവരാണ്. വിമർശനങ്ങളോട് അസഹിഷ്ണുത പുലർത്തും. തന്നെ മറ്റുള്ളവർ വിമർശിക്കുന്നത് കേട്ടിരിക്കാൻ ഇവർക്ക് കഴിയില്ല. പ്രതികരിച്ചിരിക്കും. തർക്കിക്കാനും വാദിച്ച് ജയിക്കാനും ഒക്കെ സാമർഥ്യം ഉള്ളവരാണ്. എഴുത്തും ഗണിതം വാക്കും കളിയും കൗശലങ്ങളും ജ്ഞാനം ബന്ധുക്കൾ അമ്മാവൻ തൊക്കും പക്ഷികളും ബുധാൽ. ഇതാണ് ബുധന്റെ കാരകത്വം. ജാതകത്തിൽ വിദ്യാഭാവം കൂടെ നന്നായിരുന്നാൽ ബുധക്ഷേത്രത്തിൽ ജനിച്ചവർ നല്ല പോലെ തന്നെ പഠിച്ച് പെട്ടെന്ന് തന്നെ നല്ല ജോലിയൊക്കെ സമ്പാദിക്കാറുണ്ട്. ഇനി അക്കാദമികപരമായിട്ടുള്ള വിദ്യാഭ്യാസം കുറഞ്ഞിരുന്നാലും ശരി, നല്ല പോലെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ബുദ്ധിയും തക്കിടതരികിടകളും ഒക്കെ വശമായിരിക്കും. വിദ്യാഭ്യാസം കുറഞ്ഞിരുന്നാലും നല്ല വിദ്യാഭ്യാസം നേടിയവർ എന്ന പോലെ പെരുമാറുന്നത് കാണാം. പൊതുവായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നല്ല ധാരണ ആയിരിക്കും. എന്തിനെപ്പറ്റി ചോദിച്ചാലും ഒരു മറുപടി പറയാൻ ഇവർക്ക് ഉണ്ടായിരിക്കും. ഏത് കാര്യവും മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ കഴിവുള്ളവരാണ്. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ മനസ്സിൽ കയറാൻ ഇവർക്ക് പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. തമാശ പറയുന്നവരും മറ്റുള്ളവരെ രസിപ്പിക്കുന്നവരുമൊക്കെ ധാരാളമായി ബുധക്ഷേത്രത്തിൽ ജനിക്കാറുണ്ട്. ഇവർ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനുമൊക്കെ ഒരു കൂട്ടം ആൾക്കാരെ ജീവിതത്തിൽ ലഭിക്കും. സൗഹൃദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. നല്ല സുഹൃത്തുക്കൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും. സ്ഥാനമാനങ്ങൾ ഇഷ്ടപ്പെടും. തന്നെ ഒരാൾ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നറിയുന്നത് ഇവർക്ക് വളരെ സുഖമുള്ള കാര്യമാണ്. തനിക്ക് അർഹമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഫൈറ്റ് ചെയ്ത് വാങ്ങേണ്ട സ്ഥിതിയും ജീവിതത്തിൽ ഉണ്ടായേക്കാം. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കാനും അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുമൊക്കെ നല്ല കഴിവായിരിക്കും. പക്ഷേ സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരോടും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. പരമാവധി ആ പ്രശ്നങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇഷ്ടം. അറിഞ്ഞുകൊണ്ട് താൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കും. എവിടെ പോയാലും തന്നെ ഇഷ്ടമില്ലാത്ത, തനിക്കിട്ട് പാരപണിയുന്ന ഒരാളെയെങ്കിലും ഇവർക്ക് കിട്ടും. അതൊരു പതിവാണ്. താനായിട്ട് ഒരു ദ്രോഹവും ആർക്കും ചെയ്തില്ല എങ്കിലും താൻ പലപ്പോഴും പലരാലും വേട്ടയാടപ്പെടാറുണ്ട്. ഇവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ എന്ന് നോക്കാം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച ഭൂരിഭാഗം പുരുഷന്മാരുടെയും ദാമ്പത്യ ജീവിതം സന്തോഷകരമായി കാണാറില്ല. ഭാര്യയുമായി കലഹം, അഭിപ്രായ വ്യത്യാസം, അകൽച്ച, ഒരുപക്ഷെ വിവാഹമോചനവും പുനർവിവാഹവും ഒക്കെ പുണർദത്തിൽ ജനിച്ച പുരുഷന്മാരുടെ ഇടയിൽ അധികമായി കാണാറുണ്ട്.
മകയിരം, ചിത്തിര നാളുകളിൽ ജനിച്ച ഭൂരിഭാഗം സ്ത്രീകളും വിവാഹ ജീവിതത്തിൽ സന്തുഷ്ടരായിട്ട് കാണാറില്ല. ഭർത്താവുമായിട്ടുള്ള കലഹവും ഭിന്നതയും അകൽച്ചയുമൊക്കെ ഈ സ്ത്രീകളുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. ജാതകത്തിൽ ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ തിരുവാതിര, അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക്, അത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി, നല്ല ദാമ്പത്യ ജീവിതം തന്നെ ഉണ്ടാകും. ബുധക്ഷേത്രത്തിൽ ജനിച്ചവർ താൻ ചെയ്യുന്ന തൊഴിലിൽ നല്ല ആത്മാർത്ഥത ഉള്ളവരാണ്. ഈ നാളുകളിൽ ജനിച്ച അധികം പേരും വിദേശങ്ങളിലും അന്യദേശങ്ങളിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തൊഴിൽ കാരണമായിട്ട് പലപ്പോഴും വീട്ടുകാരുമായിട്ട് അകന്ന് കഴിയേണ്ടി വരുന്ന സാഹചര്യം ഇവർ നേരിടാറുണ്ട്. കമ്പനി ജോലി, സ്വകാര്യ ജോലി, എഞ്ചിനീയറിംഗ്, ബാങ്ക് ഉദ്യോഗം, സെയിൽസ് മേഖല, അധ്യാപനം, കലാപരമായിട്ടുള്ള മേഖല എന്നീ തൊഴിലുകളിലൊക്കെ ഇവർ ഏറെ ശോഭിക്കുന്നതായി കാണാം. ഏത് തൊഴിൽ ചെയ്താലും അതിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിവുള്ളവരാണ്. സാമ്പത്തിക സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഈ നാളുകളിൽ കുറവാണ്. മിഡിൽ ക്ലാസ്സും അതിൽ നിന്ന് ഒരല്പം മുന്നിൽ നിൽക്കുന്നവരും ആണ് ഈ നാളുകളിൽ ജനിച്ച ഭൂരിഭാഗം പേരും. പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അത്ര മിടുക്കുള്ളവർ അല്ല. സാമ്പത്തിക ഞെരുക്കം, കടബാധ്യത എന്നിവയൊക്കെ അനുഭവിക്കുന്ന ധാരാളം ഈ നാളുകളിൽ ജനിച്ചവർ ഉണ്ട്. സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ഈ നാളുകളിൽ ജനിച്ചവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ജീവിതത്തിൽ പണച്ചിലവുകൾ കൂടുതലായിരിക്കും. മനസ്സാണ് ഇവരുടെ ശത്രു. ഒരു പരിധിക്കപ്പുറം ആത്മസംഘർഷങ്ങളെ കൈകാര്യം ചെയ്യാൻ ഈ നാളുകാർക്ക് കഴിയാറില്ല. ആദിയും ഭയവും പലവിധേനയുള്ള ആശങ്കകളും ദുർചിന്തകളുമൊക്കെ ഇവരുടെ മനസ്സിനെ വേട്ടയാടും. അവ വർദ്ധിച്ച് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയി എന്നും വരാം. അതുകൊണ്ട് തന്നെ മനസ്സിനെ ബലപ്പെടുത്തി വയ്ക്കാൻ, ശാന്തമാക്കി വയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ മനസ്സിനെ ശാന്തമാക്കി കഴിഞ്ഞാൽ എന്നും നന്മ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാവർക്കും നന്ദി.